നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ റയൽ മാഡ്രിഡിൻ്റെ ആദ്യ വിജയം, സാബി അലോൺസോയുടെ കീഴിലെ ആദ്യ വിജയം. മെക്സിക്കൻ ക്ലബ്ബ് പച്ചൂക്കയെ അവർ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു. കളിയിൽ റയൽ മാഡ്രിഡിനായിട്ട് ബെല്ലിംഗാമും ഗ്യൂളറും വാൽവർദയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് പച്ചൂക്കയുടെ ഗോൾ മൊണ്ടിയലിൻ്റെ വകയായിരുന്നു. മത്സരത്തിൽ റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ വാൽവർദയും ഗ്രേസിയയും വിനി ജൂനിയറും ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയിൽ തുടക്കത്തിൽ തന്നെ റയലിനെ തിരിച്ചടിയേറ്റിരുന്നു. 7-ാമത്തെ മിനിറ്റിൽ അസെൻസിയോക്ക് റെഡ് കാർഡ്, സ്ട്രൈറ്റ് റെഡ് ആയിരുന്നു. 10 പേരായിട്ട് ചുരുങ്ങിപ്പോയി. അത് മുതലെടുക്കാൻ വേണ്ടി പച്ചൂക്ക് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവർ നിരവധി അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തു, ആധിപത്യം പുലർത്തി. പക്ഷേ തിബോട്ട് കോർട്ടുവ മിന്നും പ്രകടനം തന്നെ നടത്തി. കളിയിലാകെ അദ്ദേഹം 10 സേവുകളാണ് നടത്തിയത്. 4 ഇൻസൈഡ് ദി ബോക്സിൽ നിന്നുള്ള ഷോട്ടുകളായിരുന്നു. ഏതായാലും റയൽ അവസരങ്ങൾ ഉണ്ടാക്കി ഗോളടിച്ചു. ബെല്ലിംഗാം 35-ാമത്തെ മിനിറ്റിൽ അവർക്ക് ലീഡ് നേടിക്കൊടുത്തു. 43-ാമത്തെ മിനിറ്റിൽ ആർദ ഗ്യൂളറുടെ ഗോൾ കൂടി വന്നപ്പോൾ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അവർ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 70-ാമത്തെ മിനിറ്റിൽ വാൽവർദയുടെ ഗോൾ കൂടി വന്നപ്പോൾ മത്സരം റയൽ ഉറപ്പിച്ചു. പച്ചൂക്ക പിന്നെ 80-ാമത്തെ മിനിറ്റിൽ മൊണ്ടിയിലൂടെ ഒരു ഗോൾ മടക്കിയെങ്കിലും മത്സരത്തിൻ്റെ റിസൾട്ട് മാറ്റിമറിക്കാൻ അവർക്കായില്ല. ഇതോടുകൂടി ഗ്രൂപ്പ് എച്ചിൽ 2 കളികളിൽ നിന്ന് 4 പോയിന്റുമായിട്ട് റയൽ മാഡ്രിഡാണ് 1-ാം സ്ഥാനത്ത്. സാൽസ്ബർഗിനും 2 കളികളിൽ 4 പോയിന്റുണ്ട്. അവരിപ്പോൾ 2-ാം സ്ഥാനത്ത്. ഗോൾ ഡിഫറൻസിൻ്റെ ആ കാര്യത്തിൽ നേരിയ വ്യത്യാസമുള്ളത് കൊണ്ട് അവർ 2-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.